എത്ര കാലമായി നല്ല കറികളൊക്കെ കൂട്ടിന്ന് ഉണ്ടിട്ട് വെറുതെ സ്വപ്നം കണ്ടിട്ട് കാര്യമില്ല, നമ്മൾ ഇറങ്ങി ഉണ്ടാക്കണം. ഈ വെറുചട്ടിയിൽ കിടന്ന് വറുത്തുകൊണ്ടിരിക്കുന്ന സാധനം എൻ്റെ ഫേവറേറ്റ് ആയതുകൊണ്ട് കണ്ണേട്ടൻ്റെ അമ്മ എനിക്ക് വേണ്ടി മാത്രം നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊടുന്നതാണ് കേട്ടോ. കാരണം ഈ വരുന്ന വ്യക്തിക്ക് ഇതിൻ്റെ മണം പോലും ഇഷ്ടമല്ല. ചെള്ളി അഥവാ ഉണക്കച്ചെമ്മീൻ, കുറച്ച് നാളികേരം, ലേശം വറ്റൽമുളക്, ലേശം കറിവേപ്പില, ഒരു കഷ്ണം സവാള, ഇത്രയും നന്നായി ഒന്ന് എണ്ണ ഇല്ലാണ്ട് ചൂടാക്കി എടുക്കണം. ഇത് അരച്ചെടുത്താൽ നമ്മുടെ ഉണക്കച്ചെമ്മീൻ ചമ്മന്തി തയ്യാറായി. ഇനി ഒരു പരിപ്പ് കറി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ചട്ടി വെച്ച് എണ്ണ ചൂടാകുമ്പോൾ കടുക് പൊട്ടിക്കുക, കുറച്ച് വെളുത്തുള്ളിയും സവാളയും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് നന്നായി ഒന്ന് മൂത്ത് വരുമ്പോൾ പൊടികളായിട്ടുള്ള മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. അത് നന്നായി ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് അതിലേക്ക് പരിപ്പും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ സാമ്പാർ പരിപ്പാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായി ഒന്ന് വേവിച്ച് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഉടച്ചെടുക്കാം. എന്നിട്ട് നമ്മുടെ ഈ ഒരു കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ബീൻസ് തോരനാണ് കേട്ടോ സെറ്റ് ചെയ്തെടുക്കാനുള്ളത്. അതിന് വേണ്ടി ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ലേശം കടുക്, ലേശം കൂടിപ്പോയി, ലേശം കടുക് പൊട്ടാൻ വേണ്ടി വെക്കാം. ആ നേരം കൊണ്ട് ചമ്മന്തി അരച്ചെടുക്കാം കേട്ടോ. ഞാനൊരു മൾട്ടി ടാസ്കറാണ്. ഈ കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ബീൻസും പച്ചമുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് ഉപ്പിട്ടിട്ട് നൈസായിട്ടൊന്ന് സിമ്മിലിട്ട് വഴറ്റിയെടുക്കാം. വെള്ളം ഒന്നും ഒഴിക്കേണ്ട കേട്ടോ. ചമ്മന്തി ടേസ്റ്റ് ചെയ്തപ്പോൾ കുറച്ച് പുളിയുടെ കുറവുള്ള പോലെ തോന്നി. പുളി ചേർത്തിട്ടില്ല, പിന്നെ എന്നെ കുറവില്ലാണ്ടിരിക്കും. എൻ്റെ അമ്മ നാട്ടിൽ നിന്ന് കൊടുത്തയച്ച പുളിയാണ് കേട്ടോ. എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലുണ്ടായ പുളിയാണ്. ആ പുളിയിട്ട് ചമ്മന്തി ഒരു കറക്കിയപ്പോൾ ചമ്മന്തി സെറ്റായി. പിന്നെ വെന്ത് വന്ന ബീൻസിലേക്ക് കുറച്ച് നാളികേരം ചിരകിയതും കൂടെ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുത്തു. ആഹാ, എന്ത് ഭംഗിയല്ലത് കാണാൻ. ഇവിടുത്തെ ബീൻസൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. നല്ല പച്ച കളറിലിരിക്കും. അതെന്താ എല്ലാ ബീൻസും പച്ച കളറല്ലേ എന്ന ചോദ്യം ഞാനിവിടെ നിരോധിച്ചിരിക്കുന്നു. അങ്ങനെ തോരൻ നന്നായി അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി കഴിഞ്ഞപ്പോൾ തോരൻ സെറ്റായി. ഇനിയൊരു സ്പെഷ്യലാണ് ചിക്കൻ റോസ്റ്റ് ആണ്. ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് സവാളയും കുറച്ചധികം തേങ്ങാക്കൊത്തും കൂടെ ഇട്ട് ഉപ്പിട്ട് നന്നായി വഴറ്റിയെടുക്കുക. കുറച്ചധികം കറിവേപ്പിലയും കൂടെ ഇടുന്നുണ്ട്. കറിവേപ്പില പണ്ടേ എൻ്റെ ഒരു വീക്ക്നെസ് ആണ്. അതിലേക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് മൂത്ത് വരുമ്പോൾ പൊടികളായിട്ടുള്ള മഞ്ഞൾപ്പൊടി, എരിവുള്ള മുളക് പൊടി, കാശ്മീരി ചില്ലി, വീട്ടിൽ പൊടിച്ച ഗരം മസാല ഇത്രയിട്ട് നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട്. എനിക്ക് എരിവിൻ്റെ കുറച്ച് അസ്കിത കൂടുതലായതുകൊണ്ട് കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നന്നായി മൂത്ത് വരുമ്പോൾ നമ്മുടെ ബോൺലെസ് ചിക്കൻ പീസസ് കുറച്ച് അതിലേക്ക് തട്ടി കൊടുക്കുക. നന്നായി ഇളക്കി യോജിപ്പിക്കുക. പിന്നെയാണ് മനസ്സിലായത് ഉപ്പിട്ടിട്ടില്ല എന്ന്. ഉപ്പും കൂടെ ഇട്ട് നന്നായി ഇളക്കി മറിച്ച് അങ്ങോട്ട് അടച്ചു വെച്ചു. 10 മിനിറ്റ് കഴിഞ്ഞ് തുറന്നു നോക്കിയപ്പോൾ നല്ലായി വെള്ളം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വീണ്ടും ഒന്ന് അടച്ചു വെച്ച് നന്നായി ഒന്ന് വേവിച്ചു. പിന്നെയാണ് ഞാൻ ആ നഗ്ന സത്യം മനസ്സിലാക്കിയത്. ഞാൻ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അരിക്ക് വെള്ളം വെച്ച് അരി അടുപ്പത്തിട്ടു. അതിനുശേഷം ചിക്കനിലേക്ക് കുറച്ച് ലൈം ജ്യൂസും കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് നന്നായി ഒന്ന് ഇളക്കി മറിച്ച് യോജിപ്പിച്ച് ഒന്ന് വരട്ടി എടുത്തിട്ടോ. അതാണ് നമ്മുടെ ചിക്കൻ റോസ്റ്റ്. അവിടെ ഇരുന്ന് സെറ്റ് ആവട്ടെ. ഇനി നമുക്ക് ചോറ് വിളമ്പാം. ചോറും ബീൻസ് ഉപ്പേരിയും അതുപോലെ തന്നെ നമ്മുടെ ചമ്മന്തി ഒന്ന് ഉരുട്ടി സൈഡിൽ വെച്ചു. പിന്നെ കുറച്ച് ചിക്കൻ റോസ്റ്റ് ഇട്ടു. പിന്നെ സൈഡിൽ ഞാൻ കുറച്ച് പരിപ്പ് കറി ഒഴിക്കുന്നുണ്ട് കേട്ടോ. ആ പരിപ്പ് കറി ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇത് എൻ്റെ വീട്ടിലൊന്നും ഉണ്ടാക്കാറില്ല. ശരിക്കും തൃശ്ശൂരുകാരുടെ പരിപ്പ് കറിയാണത്. പരിപ്പ് കുത്തി കാച്ചിയതെന്ന് പറയും. പിന്നെ സൈഡിൽ കുറച്ച് നാരങ്ങച്ചാറും പ്രോബയോട്ടിക്സിന് വേണ്ടി ലേശം തൈരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇതാണ് നമ്മുടെ ലഞ്ച്. എല്ലാവരും റെസിപ്പീസൊക്കെ ഒന്ന് ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ അഭിപ്രായം പറയണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ടാറ്റാ ബൈ, സീ യു.